സാറാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കണക്കുകളോ കാര്യങ്ങളോ ഒന്നും അല്ല. മീൻസ് റാങ്ക് എത്ര കിട്ടും, ഇന്ന മാർക്കിന് ഏതായിരിക്കും റാങ്ക്, ഇതൊന്നും അല്ല ഇന്നത്തെ വിഷയം. അതിലും പ്രാധാന്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം, ഇല്ലെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും റാങ്കൊക്കെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ചും പലരിൽ നിന്നുള്ള അഭിപ്രായത്തിലൊക്കെ നിങ്ങൾക്ക് ഏകദേശം റാങ്കിനെ കുറിച്ചുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. കൃത്യമൊന്നുമല്ല, എന്നാലും നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നും കിട്ടിയിട്ടില്ല. ഏതാ ഇന്ന റാങ്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ന് പറയാനല്ലാതെ ഇതും കൊണ്ടൊരു പ്രയോജനം നിങ്ങൾക്ക് സോളിഡായിട്ടുള്ളത് കിട്ടിയിട്ടേ ഇല്ല. അതിൻ്റെ കാരണം എന്താണ്? എക്സാക്റ്റ് റാങ്ക് ലിസ്റ്റ് വരാത്തത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഇതിങ്ങനെ ലേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ +2-ൻ്റെ മാർക്കൊക്കെ അപ്ലോഡിങ് കഴിഞ്ഞിട്ട് ഇപ്പം 3-4 ദിവസമായി. ഒരു ഡേറ്റ് അവർ ഇന്ന ഡേറ്റ്, ഒരു ഒത്തിരി ലേറ്റ് ആവാതെ ഒരു ഡേറ്റ് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് അതുവരെ കാത്തിട്ട്, മീൻസ് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എന്താണ് എന്നുള്ളത് തീരുമാനിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ രീതി കൂടെ എന്നാന്നുള്ളത് ഒരു പിടിയില്ലാത്ത അവസ്ഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 15-ാം തീയതി വരെയൊക്കെ ലേറ്റ് ആവുമെന്നൊക്കെ ഉള്ളത് ചോദിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷെ അതൊരിക്കലും എൻ്റെ നോട്ടത്തിൽ അത്ര നല്ലതല്ല. കാരണം അത്രയ്ക്ക് ലേറ്റ് ആവുന്നത് ശരിയല്ല. അതിനുള്ള ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല, ഇനിയും ഉണ്ടാവുമായിരിക്കാം. എന്നാലും അതിനൊക്കെ മുമ്പേ ഇത് ഒന്ന് പബ്ലിഷ് ചെയ്യേണ്ടത് കുട്ടികളുടെയും പേരൻസിൻ്റെയും വളരെ വലിയൊരു ആവശ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം ക്യാഷുമായിട്ട് റിലേറ്റഡ് ആണല്ലോ. ഇതെല്ലാം നമ്മുടെ പൈസയുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി മാക്സിമം ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യണമെന്നുള്ള രീതിയിൽ കൂടെ നിങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് ലേറ്റ് ആവും തോറും നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റാങ്ക് ഏകദേശം നല്ലതാണെന്ന് ഉറപ്പിക്കുന്നവർ പോലും പലരും പല കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നമുക്ക് ഇങ്ങനെ പലരും എന്നെ വിളിച്ച് പറയുന്നതാണ്. അപ്പം അതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി റാങ്ക് നല്ലത് കിട്ടിയാൽ പോലും ചിലപ്പോൾ നമ്മൾ ചേർന്ന കോളേജിൽ തന്നെ ചേർന്ന് പഠിക്കേണ്ടി ചിലപ്പോൾ വരാം. ചിലപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ തിരിച്ച് വരാം, ചിലപ്പോൾ അവിടെ തന്നെ പഠിച്ചെന്ന് വരാം. അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനി വെളിയിലോട്ട് വല്ലതും പോകണം. കാരണം ചിലർക്ക് ഇവിടുത്തെ കോഴ്സുകൾ പോരാ, ഇനി വെളിയിൽ കാണാൻ പോയി പഠിക്കുക, അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പല കോളേജിലും ചിലപ്പോൾ ചേരാനിരുന്നവരെ ഈ ലേറ്റ് ആവുന്നതോറും വേറെ ചിലപ്പോൾ സ്റ്റേറ്റിൽ വരെ പോയി ഉടൻ തന്നെ അഡ്മിഷൻ എടുത്ത് ക്ലാസ് തുടങ്ങും. അല്ലെങ്കിൽ അവിടെ ഒരു ക്ലാരിറ്റി കിട്ടുക അവർക്ക്, ഇനി അങ്ങ് പഠിച്ചു തുടങ്ങി, ഇനി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഇവിടെ കിട്ടില്ല, അല്ലെങ്കിൽ അവിടെ കിട്ടത്തില്ല. ഇങ്ങനെ പല രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് അങ്ങനെ കുറേ പേര് വെളിയിൽ പോകുന്നവരുമുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റാങ്ക് കിട്ടാൻ അർഹത അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ അർഹതയുള്ളൊരു സീറ്റ് ചിലപ്പോൾ കിട്ടാതെ അത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ വരാം. അത് പല രീതിയിൽ കൂടാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില പ്രൈവറ്റ് കോളേജസുകളിൽ കുട്ടികളെ കിട്ടാനുള്ളൊരു പാട് ഉണ്ടായിരിക്കാം. ഇപ്പോൾ നമുക്ക് ഏകദേശം പ്രൈവറ്റ് കോളേജസുകൾ ഒത്തിരി ഉള്ളത്, ഏകദേശം എനിക്ക് തോന്നുന്നു അതായിരിക്കും കൂടുതൽ. എന്തായാലും ഒരു 75-ന് മേളിലുണ്ട് ഈ സെൽഫ് ഫിനാൻസിങ് കോളേജ്. അപ്പോൾ അവിടെയൊക്കെ കുട്ടികളെ കിട്ടണ്ടേ. അപ്പം അതിന് ഞാൻ പറയുന്നത് നേരത്തെ തന്നെ ഇതൊന്ന് പബ്ലിഷ് ചെയ്ത് അവർക്കൂടെ എത്തണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും സെൽഫ് ഫിനാൻസിങ്ങിനേക്കാളും കൂടുതൽ ഇച്ചിരി ഉറപ്പുള്ള കോളേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ള കോളേജിൽ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ കോളേജിലും അഡ്മിഷൻ ആകണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്ത് എല്ലാ കുട്ടികൾക്കും ഒട്ടും സമയം കളയാതെ എല്ലായിടത്തോട്ടും പോകാനുള്ളൊരവസരം, കാരണം അതിൻ്റെ രീതിയിൽ കൂടെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരു ന്യൂസ് ഇപ്പോൾ നമ്മൾ ഇന്നലെ കേട്ടത്, ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ലിങ്ക് പറ്റുവാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെൻഡ് ചെയ്തേക്കാം, നിങ്ങളൊന്ന് നോക്കിയേക്കണം. നമ്മുടെ ഇപ്പോഴത്തെ എഞ്ചിനീയറിങ്ങിൻ്റെ റിസൾട്ട് വന്ന ശേഷം അതിന് ഒരു ചെറിയൊരു നടപടി എന്നുള്ള രീതിയിൽ കൂടെ പല കോളേജസുകൾക്കും എന്തോ നടപടി നമുക്കറിയില്ല, എന്തായാലും നടപടി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഏകദേശം 15 കോളേജസിന് ഒരു നടപടിക്കുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് കോളേജാണെന്ന് നമുക്കറിയില്ല, അതും മറ്റൊരു കാര്യം. അപ്പോൾ എന്തായാലും അതൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ വിജയ ശതമാനം ഏകദേശം എത്രയാണ്? പാസ് പെർസെൻറ്റേജ് 53% ആണ്. ഇപ്പോൾ ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നല്ലതാണോ ചീത്തയാണോ? 53% മാർക്ക്, അല്ലെങ്കിൽ 53% വിജയിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടലി ഉള്ളതിൻ്റെ പകുതി, ഒരു 100 പേരുണ്ടെങ്കിൽ 53 പേരാണ് നമ്മുടെ കേരളത്തിൽ എഞ്ചിനീയറിങ്ങിന് വിജയിച്ച് വന്നവർ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ 100കളിൽ 53 പേര്. അപ്പോൾ 47 പേര് ഫെയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവരുടെ ഭാവി എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല.
അപ്പോൾ ഇതിൽ ഒരാളായി മാറാൻ നമ്മൾ ഇനി ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്നവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നറിയാം. ഈ ഇപ്പം 100-ൽ 53 പേര് പ്ലസ്സായി, ബാക്കി 100 പേരിൽ 47 പേര് ഫെയിലായിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ലാസ്റ്റ് ഈ ഫെയിലായിട്ടുള്ള കുട്ടികൾ ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് അവർക്കേ അറിയത്തുള്ളൂ. എന്ത് ചെയ്യണം, ഇനിയും കുറച്ചൊക്കെ പേപ്പറാണെങ്കിൽ എഴുതിയെടുക്കാം, ഒത്തിരി പേപ്പറാണെങ്കിൽ എന്ത് ചെയ്യും. ഏകദേശം 50 പേപ്പറോളം ഉണ്ട് എഞ്ചിനീയറിങ്ങിന് എഴുതി പാസ്സായി വരാൻ. അപ്പോൾ അവരുടെ അവസ്ഥ നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അവരെന്താണ് അങ്ങനെ എത്തിയെന്നുള്ളത് അറിയത്തില്ല. പഠിപ്പിച്ചതിൻ്റെ കുഴപ്പമാണോ, ഇനിയും പിള്ളേരുടെ കുഴപ്പമാണോ, ഇനിയും പഠിപ്പിച്ചത് പിള്ളേർക്ക് മനസ്സിലാവുന്നിട്ടാണോ, ഇവർ തമ്മിലുള്ള കെമിസ്ട്രി അങ്ങോട്ട് ശരിയാവാത്തതുകൊണ്ടാണോ എന്ന് പറഞ്ഞാൽ പഠിക്കുന്നു അതാ നമുക്കുണ്ടൊരു ഇപ്പോൾ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നാളെ പഠിച്ചുകൊണ്ട് പറഞ്ഞോടാ ടെസ്റ്റ് പേപ്പറുണ്ട്, അങ്ങനെയുള്ള രീതികളൊന്നും ഇല്ലാഞ്ഞിട്ടാണോ, അതിൻ്റെ ആവശ്യം ഒരു പ്രായമായ കുട്ടികളുടെ ആവശ്യമില്ല. കാരണം ഞാനും ഡിഗ്രിക്കാരെയൊക്കെ എഞ്ചിനീയറിംഗ് കുട്ടികളെയൊക്കെ പഠിപ്പിച്ചതാണ്. ഇപ്പം പഠിപ്പിക്കുന്നത് കുറവാണ്, കാരണം നേരിട്ട് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അന്നൊന്നും അതിൻ്റെ ആവശ്യമില്ല, പഠിപ്പിക്കുക, അവർ പഠിച്ചുകൊണ്ട് വരിക. കാരണം അവർ ഓൾറെഡി ഫിക്സ് ചെയ്തേക്കുക, ഞാൻ ഇന്നത് പഠിക്കാൻ ഇറങ്ങി തിരിച്ചേക്കുക, എനിക്ക് എങ്ങനെയൊന്നും മനസ്സിലായാൽ മതി, ഞാൻ പഠിച്ചോളാം. പക്ഷെ അങ്ങനത്തെ സ്റ്റേജ് ആയിരിക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് 100-ൽ 53, 100-47 ഇതാണ് ഇപ്പോഴത്തെ റേഷ്യോ. അപ്പോൾ ഇതൊരു നല്ലതാണോ ചീത്തയാണോ എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ആൻസർ ഞാൻ പറയത്തില്ല. കാരണം ഇത് നല്ലതും ചീത്തയാവാം. ഇതൊന്നും അല്ല ഇവിടുത്തെ കാര്യം. ഏതാ പാസ് പെർസെൻറ്റേജ് കൂട്ടി അങ്ങോട്ട് 53 എന്നുള്ളത് 73 ആക്കിയാൽ എന്താ എന്നാക്കിയിട്ടൊന്നും കാര്യമില്ല. 73 പേരുടെ ഒരു 20 പേരുടെ പാസ്സായി വെള്ളം ഇറങ്ങിയതുകൊണ്ട് ജോലി കിട്ടണ്ടേ, അവിടെയാണ് പ്രശ്നം. അപ്പോൾ ജോലി കിട്ടാൻ പറ്റുന്ന രീതിയിൽ കൂടെ ഇറക്കി വിടുക, അതാണ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ചെയ്യേണ്ടത്. എനിക്ക് എത്ര പറയാം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കമ്പനി വന്ന് ഹയർ ചെയ്യാൻ, മീൻസ് നമ്മൾ ഇത്ര പേരെ എനിക്ക് വേണം ഈ കോളേജിൽ നിന്നും എന്ന് പറയാൻ പറ്റുന്ന പാകത്തിൽ എല്ലാ കോളേജും വളരണം, ഡെവലപ്പ് ആവണം. അതിനനുസരിച്ച് വേണം കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ്സ് ഏറ്റവും കൂട്ടി എത്തിച്ചെങ്കിൽ മാത്രമേ ഇനി 53 എന്നുള്ളത് 73 ആണെങ്കിലും 93 ആണെങ്കിലും പ്രയോജനമുള്ളൂ. ഓക്കെ, ഇനി ഇത് കുറഞ്ഞ് 43 ആണെങ്കിലും പ്രയോജനമുള്ളൂ. അപ്പോൾ എല്ലാം 53-ലോ 43-ലോ 73-ലോ അല്ല ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇറങ്ങുന്ന കുട്ടികൾക്ക് ജോലി കിട്ടാനുള്ള അവസരം, അത് ഇവിടെയല്ല വെളിയിലാണെങ്കിലും അതിനുള്ളൊരു കഴിവ് അവർ എത്തിയിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, എന്നെങ്കിലേ പ്രയോജനമുള്ളൂ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചെറിയൊരു കമൻറ്റ് ഇട്ടെന്നേ ഉള്ളൂ. കാരണം ഇവിടെ ഇപ്പോൾ 53% എന്നുള്ളതിനെക്കുറിച്ച് ഒത്തിരി സംസാരങ്ങളുണ്ട്, അതൊന്ന് കുറഞ്ഞു പോയല്ലോ. ചില പറയുന്നു ഇമ്പ്രൂവ് ആയിട്ടുണ്ടല്ലോ. ഇമ്പ്രൂവ് ആയെന്ന് പറയാൻ നേരത്തെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇത് 50 താഴെയായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം അത് 56 ആയിരുന്നു, ഇപ്പോൾ 53 ആയി. അപ്പോൾ കുറഞ്ഞു. അപ്പം ആ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് പിള്ളേർക്ക് ഒരു ജോലി കിട്ടുന്ന രീതിയിൽ കൂടെ മാറുന്നു. എന്ന് പറഞ്ഞാൽ ഏതൊരാളും എഞ്ചിനീയറിംഗ് പാസ്സായാൽ ഒരു പാസ്സാവുന്നതിനുള്ളിൽ നിന്നും ഒരു 70% ആൾക്കാർക്ക് പ്ലേസ്ഡ് ആവണം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ 53-ന് വാല്യൂ ഉണ്ട്. ഓക്കെ, അല്ലാതെ അവരും പഠിച്ചിട്ട് വീട്ടിൽ വന്നിരിക്കുന്നു, ഇവർ ഓൾറെഡി വീട്ടിൽ വന്നിരിക്കുക. ഓക്കെ, ഈ 47 വീട്ടിൽ വന്നിരിക്കുക. ഈ 53 പേരിൽ കുറേ പേര് മെജോറിറ്റിയും വീട്ടിൽ വന്നിരുന്നതുകൊണ്ട് എന്തോ പ്രയോജനം അതുകൊണ്ട് എല്ലാവരും ഏത് കോളേജാണെങ്കിലും നല്ല രീതിയിൽ കൂടി ഇപ്പോൾ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ഇടയ്ക്ക് മീൻസ് ഇറങ്ങി നിന്ന് അവരെ കൂടുതൽ പഠിപ്പിച്ച് ജയിപ്പിക്കാനുള്ള ശ്രമം എല്ലാ കോളേജുകളിലും നടക്കുന്നുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ, അതുകൊണ്ട് എല്ലാവരും പേരൻസ് ആണെങ്കിലും നല്ലൊരു കോളേജ് മാത്രമേ പ്രിഫർ ചെയ്യുന്നുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്, ഏറ്റവും നല്ല പാസ് പെർസെൻറ്റേജ് ആകുമ്പോൾ അവിടെ കൂടുതൽ ശരിയാണ്. ഒരു കമ്പനി വരുന്നത് എങ്ങനെയായിരിക്കും, ഏറ്റവും നല്ല കോളേജിലായിരിക്കും. പഴയ പോലെ അത് കണ്ടുപിടിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. ഒരു കോളേജിൽ ഏത് കോളേജാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ പാസ് പെർസെൻറ്റേജ് ഉണ്ട്, അപ്പോൾ അവിടോട്ട് എന്തായാലും കൂടുതൽ ആൾക്കാർ വരുള്ളൂ. അതുകൊണ്ട് പേരൻസും അങ്ങനെയുള്ള കോളേജുകൾ ആദ്യമേ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിനുള്ളൊരു ഓട്ടം നടക്കും, നല്ലൊരു കോളേജ് കിട്ടുക, നല്ലൊരു ബ്രാഞ്ച് കിട്ടുക. അപ്പോൾ ഏത് ബ്രാഞ്ചാണ് എടുക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഉടൻ തന്നെ വരും. നിങ്ങൾക്കൊരു സെലക്ഷൻ നടത്താൻ വേണ്ടി നിങ്ങളെ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള ഒരു അവയർനെസ് കൃത്യമായിട്ട് തരാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കണം, ഒട്ടും മടിക്കേണ്ട, മറക്കേണ്ട, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ 2 കാര്യങ്ങളായിരുന്നു പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഇല്ലേ? ഇപ്പം നല്ല 10,000-നടുത്ത് റാങ്കുള്ള കിട്ടേണ്ട ഒത്തിരി കുട്ടികളുണ്ട്. പക്ഷെ അവർക്കൊക്കെ കിട്ടുമോ എന്നുള്ളത്, അല്ലെങ്കിൽ നല്ലൊരു കോളേജ് കിട്ടുമോ എന്നുള്ള ഡൗട്ടിൽ പലരും പോയി പല കോളേജിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട്. നല്ല കോളേജിലൊക്കെ തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്, ഒന്നും കുഴപ്പമില്ല. പക്ഷേ അവരുടെ ഒരു ചാൻസ് ഏതാ, അലോട്ട്മെൻറ്റ് കൂടെ കീം എഴുതി നല്ല റാങ്ക് കിട്ടിയ ഒരാൾക്ക് അതിൽ കൂടി ഒന്ന് കയറി ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടാനുള്ളൊരു അവസരം നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു തോന്നലുണ്ട്. ഓക്കെ, അപ്പം ഞാനത് മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ഞാനായിട്ടൊരു അഭിപ്രായം പറയുന്നില്ല, എന്ത് ചെയ്യണം എന്നുള്ളത് അതൊക്കെ നിങ്ങളുടെയാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായത്തോട് മീൻസ് നിങ്ങളാണ് അതിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത് കേട്ടോ. ഞാനായിട്ടൊരു അഭിപ്രായം പറയുന്നില്ല.
ഓക്കെ. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ, ഈ ഡേറ്റാസുകളെല്ലാം ഏകദേശം കറക്റ്റ് കാര്യങ്ങളാണ് ഇതെല്ലാം കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾ നിങ്ങൾ എന്തായാലും പഠിക്കാൻ പോകുന്നത്, ഇനിയും ഞാൻ പറഞ്ഞത് എഞ്ചിനീയറിങ്ങിനാണ് പോകുന്നത്. ചെറിയൊരു പഠിത്തമല്ല, 4 വർഷത്തെ കോഴ്സാണ്. ഈ കോഴ്സ് പാസ്സായി ഇറങ്ങുക തന്നെ വേണം. ആര് പോയി ജോയിൻ ചെയ്താലും അതൊരു ചെറിയൊരു ക്ലാസ്സോ അല്ലെങ്കിൽ ചെറിയൊരു പഠിത്തമോ ഒന്നുമല്ല. നിങ്ങൾ ചെറിയ രീതിയിൽ കൂടെ പഠിച്ച് ജസ്റ്റ് പാസ്സായിട്ടും കാര്യമില്ല. ഇപ്പോൾ ഈ 53% എന്ന് പറയുമ്പോൾ ജസ്റ്റ് പാസ്സായവരൊക്കെ കാണും. പക്ഷെ അതൊക്കെ നമ്മളൊരു ഇൻ്റർവ്യൂവിന് എത്തുമ്പോൾ അവർ നോക്കുമ്പോൾ മാർക്ക് കുറവാണ് എന്നുള്ളതിൻ്റെ കാരണത്താൽ നിങ്ങൾ പുറത്തു പോകാൻ പാടില്ല. ഇനി മാർക്ക് ഇത്തിരി കുറഞ്ഞാലും ചില കമ്പനിക്കാർ അവൻ്റെ ആ കഴിവിൽ, മീൻസ് അതിൻ്റെ സ്മാർട്ട്നെസ്സിനുള്ളിൽ ചിലപ്പം എടുത്തേക്കാം കേട്ടോ. അങ്ങനെയുണ്ട്. നല്ല ഒരു ടോപ്പ് മാർക്ക് ആയതുകൊണ്ട് ഒരു ജോലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ഇത്തിരി മീഡിയം ലെവലിലാണെങ്കിലും അവൻ്റെ സ്മാർട്ട്നെസ് അത് അവർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ അളക്കും കേട്ടോ. ഈ വരുന്ന കമ്പനീസിലെ ആൾക്കാർ നല്ല അടിപൊളിയായിട്ടുള്ള ആൾക്കാരാണ്, അവർ നല്ല കഴിവുള്ളവരാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ 1-2 സംഭാഷണങ്ങൾ കൊണ്ട് കൃത്യമായിട്ട് അവർക്ക് അസസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും നല്ല റെഡിയായിട്ട് ആപ്റ്റിറ്റ്യൂഡ്സുകൾ എല്ലാം പഠിച്ച് വേണം പോകാൻ. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നല്ലതായാൽ ആപ്റ്റിറ്റ്യൂഡ്സ് പഠിക്കാം. ആപ്റ്റിറ്റ്യൂഡ്സ് നല്ലതായി കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും നല്ല ഓൾട്ടിറ്റ്യൂഡിൽ എത്തുകയും ചെയ്യും. ഓക്കെ, ഗുഡ് ബൈ.